കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂർ വന്നാലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4 കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ സ്പർശനമേറ്റ വഴിപാടുകൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ അണിയിക്കുന്ന കളഭച്ചാർത്ത്, ആ കളഭച്ചാർത്ത് വളരെ കേമായിട്ടുള്ള കളഭച്ചാർത്താണ്. അത് ഒരു വഴിപാടാണ്. അതുകൂടാതെ ആ ശരീരത്തിൽ ആദ്യം തന്നെ ആ തൈലാഭിഷേകം, അതായത് എണ്ണ, ആ എണ്ണയും ആ ചതുർബാഹുവായ വിഗ്രഹത്തിലൂടെ ഒലിച്ച് ഇറങ്ങി വന്നതാണ്. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ സ്പർശനം ആ എണ്ണയിലും ഉണ്ട്. അതുപോലെ തിരുമുടിമാല, ആ തിരുമുടിമാലയിലും ആ ഭഗവാന്റെ ആ ഒരു സ്പർശനം ഏറ്റിട്ടുണ്ട്. അതുപോലെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അതുപോലെ ഭഗവാനെ അണിയിച്ചൊരുക്കുന്ന ആ പട്ട്, മഞ്ഞപ്പട്ട് കാണാമല്ലോ, ആ പട്ട്, അതും ഭഗവാന്റെ മേലുള്ള, അതായത് സ്പർശനം കിട്ടിയതാണ്. ഇനി ഇത് നമുക്ക് വഴിപാടായിട്ട് ചെയ്ത് സമർപ്പിച്ച് നമുക്കിങ്ങോട്ട് വാങ്ങാൻ കഴിയും. അപ്പോൾ അത് ഇനി വരുന്ന ഭക്തരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് പോയിട്ട് എന്തായാലും ആ ഗുരുവായൂരപ്പനെ തൊടാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ അതായത് ഗുരുവായൂരപ്പൻ്റെ സ്പർശനമേറ്റ വഴിപാട് സാധനങ്ങളാണ് ഈ പറഞ്ഞ. അതിലേറ്റവും പ്രധാനം ആ കളഭം തന്നെയാണ് കേട്ടോ. ആ കളഭത്തിന് മുഖക്കാപ്പ്, മുഴുക്കാപ്പ് എന്ന് പറഞ്ഞിട്ട്, മുഖക്കാപ്പിന് 900 രൂപയും മുഴുക്കാപ്പിന് 1800 രൂപയാണ് വെച്ച് വാങ്ങുന്നത്. അത് ചന്ദനമുണ്ട്, പക്ഷേ ഇതിൽ രണ്ടിലും കളഭത്തിനാണ് പ്രാധാന്യം. ശരിക്കും കുങ്കുമപ്പൂവൊക്കെ, കാശ്മീരി കുങ്കുമമൊക്കെ ചേർത്തിട്ടുള്ള കളഭമാണ് നമുക്ക് കിട്ടുക. അത് വളരെ പ്രധാനമാണ്. ഇനി ഇതിലപ്പുറം എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് രാവിലെ ആ ഭഗവാന്റെ വാകച്ചാർത്തിൽ കഴിക്കുന്ന വാകച്ചാർത്ത് കഴിഞ്ഞിട്ട് തരുന്ന തീർത്ഥം ഉണ്ടല്ലോ, ആ തീർത്ഥം നമ്മളെ വടക്കേ നടയിൽ കൂടെ പോയിട്ട് അവിടെ പ്രസാദ വിതരണ കൗണ്ടറിൽ നിന്ന് കിട്ടും. അത് രാവിലെ കുറച്ച് നേരം കിട്ടുള്ളൂ കേട്ടോ. അതാണ് ഒറിജിനാലിറ്റി ഉള്ള ആ തീർത്ഥം. അത് സേവിക്കുക. അത് നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് സേവിക്കാം. അത് ഏറ്റവും നല്ല. പിന്നെ ആ ചന്ദനം തൊട്ടും ചെയ്യാം. കളഭാലങ്കാരമൊക്കെ ചെയ്യാൻ പറ്റിച്ച അത് ഏറ്റവും നല്ലതാണ്. കാരണം ഭഗവാന്റെ ദേഹത്ത് വെച്ച ആ കളഭം നമ്മളെ വീട്ടിലേക്ക് കിട്ടും. അത് നമുക്ക് ഏതൊക്കെ സമയത്ത് വേണമെങ്കിൽ തൊടാം. നല്ല ശുദ്ധിയായിട്ടുള്ളതാണ്. കാരണം ആ ഗുരുവായൂരപ്പനെ, അതായത് മഹാവിഷ്ണു പൂജിച്ചിരുന്ന വിഗ്രഹത്തെ, ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ചിരുന്ന വിഗ്രഹത്തെ, അതിൻ്റെ മുകളിൽ അദ്ദേഹത്തിൻ്റെ ആ സ്പർശനമുള്ള 4 കാര്യങ്ങളാണ്, 5 കാര്യങ്ങളാണ് ഇപ്പോൾ അത്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഇനി വരുമ്പോഴെങ്കിലും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അതൊന്ന് വാങ്ങിക്കോളൂ, വീട്ടിലേക്ക് കൊണ്ടുപോയാൽ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.